കോഴിക്കോട് കോർപ്പറേഷനിലെ വ്യാജ വോട്ട് ആരോപണങ്ങൾ തള്ളി മേയർ ബീന ഫിലിപ്പ്. എല്ലായിടത്തും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. കോഴിക്കോടുള്ളത് സാങ്കേതിക പ്രശ്നമാകും. ആരും മനഃപൂർവ്വം ചെയ്യണമെന്നില്ലെന്നും മേയർ പറഞ്ഞു. എല്ലായിടത്തും ചെറിയ പ്രശ്നങ്ങൾ വരും. ഒന്നാമത് നമ്മൾ കെട്ടിട നമ്പറുകളൊക്കെ മാറ്റി നമ്മൾ ഡാറ്റ പ്യൂരിഫൈ ചെയ്തു, അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ, പിന്നെ സാങ്കേതിക തകരാറ് കൊണ്ട് വരാം. അറിഞ്ഞുകൊണ്ട് ഇപ്പം ഒരാളും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ചെയ്യുമെന്ന്. കേരളത്തിൽ ചെയ്യും തോന്നുന്നില്ല, വേറെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞു. ദൃശ്യ പുതിയടത്ത് ചേരുന്നു. ദൃശ്യ, ഈ പുറത്തു വന്ന വിവരങ്ങളിൽ എന്താണ് മേയറുടെ പ്രതികരണം? ധന്യ, ഇപ്പോൾ നടന്ന പ്രസ് മീറ്റിലായിരുന്നു മേയറുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. എല്ലായിടത്തും ഈ വോട്ടർ പട്ടികയിൽ എല്ലായിടത്തും ചില മാറ്റങ്ങൾ ഉണ്ടാകും. അതായത് ഈ കെട്ടിട നമ്പറും അത്തരത്തിൽ ഡാറ്റ പ്യൂരിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ എന്തായാലും എല്ലായിടത്തും ഇത്തരത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളാണ്. ഉദ്യോഗസ്ഥരാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊന്നും തനിക്ക് ഇടപെടാൻ ആകില്ല എന്നുള്ള തരത്തിലുള്ള ഒരു മറുപടിയായിരുന്നു മേയറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആരും മനഃപൂർവ്വം കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എന്തായാലും കേരളത്തിൽ നടക്കില്ല. തൃശ്ശൂരിനെ കുറിച്ച് ചോദിച്ച സമയത്തും ഈ കേരളത്തിൽ എന്തായാലും ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങളൊന്നും നടക്കില്ല, ആരും അത്തരത്തിൽ മനഃപൂർവ്വം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്ന് തന്നെയായിരുന്നു മേയറുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം. അതായത് ഈ വീട്ടു നമ്പറൊക്കെ മാറ്റുന്ന സമയത്ത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അതൊക്കെ ഉദ്യോഗസ്ഥരാണ്, ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ മേയറുടെ ഭാഗത്തു നിന്നോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തന്റെ വോട്ടർ കാര്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ പരിശോധിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലും തനിക്കറിയില്ല. എങ്ങനെ മറ്റുള്ള ആരും ഇത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലായിരുന്നു മേയറുടെ മറുപടി ഉണ്ടായത്. എന്തായാലും ആരും മനഃപൂർവ്വം ചെയ്യില്ല എന്നുള്ളൊരു ഒഴിവാക്കൽ തന്നെയായിരുന്നു മേയറുടെ ഭാഗത്തുനിന്ന് വന്നത്. ധന്യ. ശരി.